ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം ആസ്ഥാനമായിട്ടുള്ള മഅദിൻ അക്കാദമിയുടെ ഫൗണ്ടറും ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാ റംസാൻ മാസത്തിലും രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ സംബന്ധിച്ച് നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കാനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. കൂടെ സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സിദ്ദീഖ് സഖാഫി നേമം, മഅദിൻ ഡോക്ടർമാരായിട്ടുള്ള ഖാലിദ് സഖാഫി, സൈനുദ്ദീൻ ഇസ്ലാമി കുന്നമംഗലം എന്നിവരാണ് കൂടെയുള്ളത്. ചെറിയ ഒരു പരിചയത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അലയൻസ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ലോകത്തിലെ വിവിധ മത സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മയായിട്ടുള്ള ഗ്ലോബൽ അലയൻസ് ഓഫ് സിവിലൈസേഷൻ്റെ ഹോണററി മെമ്പറും G20 ഇന്റർഫെയ്ത്ത് കോൺഫറൻസിൻ്റെ സ്ഥാപക മെമ്പറുമായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ 1997 മലപ്പുറം ആസ്ഥാനമായി സ്ഥാപിച്ച 118 കുട്ടികളുമായി ആരംഭിച്ച മഅദിൻ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ റംസാൻ സംഗമത്തിന് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി നേതൃത്വം നൽകി വരുന്നത്. 118 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 33,000-ത്തിലധികം കുട്ടികൾ വിവിധ സാങ്കേതികവും മതപരവുമായിട്ടുള്ള വ്യത്യസ്ത ടെക്നിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ വിദ്യാഭ്യസിക്കുന്നുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന റമദാൻ 27-ാം രാവിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ സമ്മേളനം ഇത്തവണ മാർച്ച് 16-ന് മലപ്പുറത്ത് മേൽമുറി സ്വലാത്ത് നഗറിൽ നടക്കും. ലഹരിക്കെതിരെ ജനലക്ഷങ്ങൾ ഒന്നിച്ച് പ്രതിജ്ഞയെടുക്കും. സ്ഥാപനം ആരംഭിച്ച് 30-ാം വാർഷികം 2027 നടക്കാനിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ പദ്ധതികളുടെ പ്രഖ്യാപനം അവിടെ നടക്കുന്നതാണ്. മത വൈജ്ഞാനിക കാരുണ്യ സേവന രംഗത്ത് സുത്യർഹങ്ങളായ സേവനങ്ങളിലൂടെ സർവരുടെയും ശ്രദ്ധയും സ്നേഹവും പിടിച്ചുപറ്റി 30 കൊല്ലം കൊണ്ട് ചെറുതായി തുടങ്ങിയ സ്ഥാപനം പോളിടെക്നിക്ക്, ഫാർമസി കോളേജ്, ഓറിയൻ്റൽ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഫോറിൻ ലാംഗ്വേജ് സെൻറ്റർ, സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജപ്പാൻ, ചൈനീസ് ഭാഷകൾ പഠിപ്പിക്കുന്ന അങ്ങനെ അനാഥമന്ദിരം, ഭിന്നശേഷിക്കാർ വ്യത്യസ്തങ്ങളായ ഇനങ്ങളിലായി 55 സ്ഥാപനങ്ങളിലായി 33,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. മാർച്ച് 13-നാണ് ഉദ്ഘാടന സമ്മേളനം. ഇതിന് അധ്യക്ഷം വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷർ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി മുഹിയുസ്സുന്ന വന്മള ഉസ്താദാണ്. 16-നാണ് പ്രാർത്ഥനാ സമ്മേളനം. രാവിലെ കാലത്ത് 10 മണിക്ക് വിശുദ്ധ റമദാൻ്റെ പ്രത്യേകത ഖുർആൻ അവതരിച്ചു എന്നതാണ്. ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനാ സമ്മേളനം. അതിലേറ്റവും പുണ്യ സമരമായിരുന്നു ബദർ സമരം. അസ്മാഉൽ ബദർ ചൊല്ലി പ്രാർത്ഥന വൈകിട്ട് അസ്മാഉൽ ഹുസ്ന
ഇങ്ങനെ ഏകദേശം 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം റംസാൻ 1 തൊട്ട് പൂർണ്ണമായും പ്ലാസ്റ്റിക്കുകൾ വർജിച്ച് നോമ്പ് തുറ 27-ാം രാവിന് മാർച്ച് 16-ന് ദാൻ ഇഫ്താർ 1,00,000 പേർക്കുള്ള നോമ്പ് തുറയാണ് തയ്യാർ ചെയ്യുന്നത്. എല്ലാവരെയും സഹകരണം ആവശ്യപ്പെടുന്നു. ചെയ്യുന്നത് ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താനുമ കാന്തപുരം ഉസ്താദാണ്. മാർച്ച് 16. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.